ലെബനനിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ എന്തിനെന്ന് 3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ആദ്യത്തെ കാരണമായി നെതന്യാഹു പറയുന്നത്. അതേപ്പറ്റി ഇപ്പോൾ അധികം പറയാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തെ കാരണം ആയുധങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും വിതരണത്തിൽ ഇസ്രായേലിനുണ്ടായ വലിയ കാലതാമസം ഉടൻ പരിഹരിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാരണം തീവ്രവാദ മുന്നണികളെ വേർപെടുത്തി ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. യുദ്ധത്തിന്റെ 2ാം ദിവസം മുതൽ ഹമാസ് ഹിസ്ബുള്ള തങ്ങളുടെ പക്ഷത്തുനിന്ന് പോരാടുമെന്ന് കണക്കുകൂട്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഹിസ്ബുള്ളയെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഹമാസ് തനിച്ചായിരിക്കുകയാണ്. ഇത് ഹമാസിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അങ്ങനെ ഹമാസ് പിടിയിലെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ദൗത്യം ഫലം കാണാൻ ഇടയാകുമെന്നും നെതന്യാഹു പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വെടിനിർത്തലിന്റെ ദൈർഘ്യം ലെബനനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പൂർണ്ണമായ ധാരണയോടെ ഇസ്രായേൽ സൈനിക നടപടിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം നിലനിർത്തുന്നു. ഹിസ്ബുള്ള കരാർ ലംഘിച്ച് ആയുധ സമാഹരണത്തിന് ശ്രമിച്ചാൽ ഇസ്രായേൽ ആക്രമിക്കും. അതിർത്തിക്കടുത്ത് ഭീകരരുടെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കും. റോക്കറ്റ് വിക്ഷേപിക്കുകയോ തുരങ്ക ശൃംഖല നിർമ്മിക്കുകയോ ട്രക്കുകളിൽ റോക്കറ്റ് കൊണ്ടുവന്നാലോ ഇസ്രായേൽ ആക്രമിക്കും. വെടിയുതിർത്താൽ മാത്രമല്ല ഹിസ്ബുള്ള കരാർ ലംഘിക്കുക. ഭാവിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആയുധങ്ങൾ സമാഹരിച്ചാൽ അത് കരാർ ലംഘനമാകും. ഏത് കരാർ ലംഘനത്തോടും തങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.